ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി. ഉറക്കമിളച്ച് അനുഷ്ഠിക്കേണ്ട ഒരു വ്രതം കൂടിയാണ് ശിവരാത്രി. വർഷത്തിൽ ഒരിക്കൽ മാത്രം അനുഷ്ഠിക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരും എന്നാണ് വിശ്വാസം. ദമ്പതികൾ ഒരുമിച്ച് വ്രതം അനുഷ്ഠിക്കുന്നതാണ് അത്യുത്തമം. ശിവരാത്രി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ശിവരാത്രിയുടെ തലേ ദിവസം ഒരിക്കലോടെ നമുക്ക് വ്രതം ആരംഭിക്കാം. തലേ ദിവസം വൈകിട്ട് തൊട്ട് അരി ആഹാരം കഴിക്കാൻ പാടില്ല. പകലുറക്കം, എണ്ണ തേച്ചുകുളി, തലേ ദിവസം വൈകിട്ട് തൊട്ട് അരി ആഹാരം കഴിക്കുന്നത് ഇവയെല്ലാം ഒഴിവാക്കണം. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമഃശിവായ ജപിച്ച് ഭസ്മധാരണം നടത്തിയ ശേഷം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിർമാല്യ ദർശനമാണെങ്കിൽ അത്യുത്തമം. ശിവരാത്രി ദിവസത്തിൽ പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർക്ക് കരിക്കിൻ വെള്ളമോ പഴമോ ഒക്കെ കഴിക്കാവുന്നതാണ്. ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആഹാരം ഉപേക്ഷിക്കാൻ സാധിക്കാത്തവർ ഒരിക്കലോടെ വ്രതം അനുഷ്ഠിക്കുക. അന്നേ ദിവസം കഴിയുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കണം. രാത്രി പൂർണ്ണമായും ഉറക്കമിളച്ച് വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ. ഈ വർഷം ഫെബ്രുവരി 15-നാണ് മഹാശിവരാത്രി ദിനം വരുന്നത്. അപ്പോൾ 14-ന് ഒരിക്കൽ എടുത്തുകൊണ്ട് നമുക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ്. ശിവരാത്രി ദിവസം രാത്രി മുഴുവൻ ഉറക്കമിളയ്ക്കാൻ സാധിക്കാത്തവർക്ക് ശിവരാത്രിയുടെ പൂർണ്ണ ഫലം കിട്ടാൻ ഒരു പ്രത്യേക സമയം മാത്രം ഉറക്കമിളച്ചാൽ മതിയാവും. അതിനെയാണ് നിഷിദ്ധ കാലം എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായും ഉറക്കമിളയ്ക്കാൻ ആരോഗ്യം അനുവദിക്കാത്തവർക്ക് മാത്രമാണ്. രാത്രി 11:54 മുതൽ 12:49 വരെ ശിവരാത്രിയുടെ ഏറ്റവും പുണ്യമായ സമയമാണ് ഈ നിഷിദ്ധ സമയം എന്ന് പറയുന്നത്. ഈ സമയം ഉണർന്നിരുന്ന് ഓം നമഃശിവായ ജപിക്കുന്നവർക്ക് പൂർണ്ണമായും ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുന്ന അതേ ഫലം ലഭിക്കും എന്നാണ് പറയുന്നത്. പിന്നെ 16-ാം തീയതിയും നമ്മൾ ഉപവാസം എടുത്തുകൊണ്ട് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കണം. അപ്പോൾ ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് ഒരു ദിവസം, അതായത് ഫെബ്രുവരി 15-ന് മാത്രം എടുക്കുന്നതല്ല, മറിച്ച് 14, 15, 16 തീയതികളിൽ തുടർച്ചയായി എടുക്കേണ്ട ഒരു ഉപവാസ വ്രതമാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമഃശിവായ.